ബിഗ് ബോസ് മലയാളം സീസൺ 6 തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മത്സരാർത്ഥിയാണ് ശ്രീരേഖ. ഇന്നലത്തെ ആ ഒരു ക്യാപ്റ്റൻസി ടാസ്കിൽ അവസാന നിമിഷത്തെ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് തൊട്ടിങ്ങോട്ട് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ശ്രീരേഖയ്ക്ക് എന്ന് പറയാം. ഇന്നും അത്യാവശ്യം നല്ല രീതിയിലുള്ള കണ്ടന്റ് മേക്കിംഗ്, കോണ്ടന്റ് ക്രിയേഷൻ അവിടെ നടക്കുന്നുണ്ട്. അതായത് വേറൊന്നുമല്ല, ഇന്ന് പ്രധാനമായിട്ടും അവിടെ ചർച്ച ഈ വെസൽ ടീം കറക്റ്റ് സമയത്തിന് വന്നിട്ട് പാത്രമൊന്നും കഴുകുന്നില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങളൊക്കെയാണ് ഇപ്പോൾ കഴുകി വയ്ക്കുന്നത് എന്നതായിരുന്നു പ്രധാനപ്പെട്ട വിഷയം. ശ്രീരേഖ അടങ്ങുന്ന ടീമാണല്ലോ കുക്കിംഗ് ടീം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നേരത്തെ തന്നെ കുക്കിംഗ് ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള യമുന പറഞ്ഞിട്ടുണ്ട്, വെസൽ ടീം എപ്പോഴും കയറി വരരുത്, ഞങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് കുക്കിംഗ് ചെയ്തേ പറ്റുള്ളൂ, അതിൻ്റെ ഇടയിൽ നിങ്ങൾ വന്നാൽ ഞങ്ങൾക്ക് ഡിസ്റ്റർബ് ആവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങളെ വിളിക്കാം, ആ സമയത്ത് നിങ്ങൾ വന്ന് കഴിയാൽ മതിയെന്ന്. ഇത് ശ്രീരേഖയും യമുനയും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ വന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ശ്രീരേഖയുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരി എന്തോ ഫേവർ അവിടെ ഉള്ളവർക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നാണ്. അതായത് ഇവിടെ പാത്രം ഇരുന്നിട്ട് ആരും എടുത്തുകൊണ്ട് വെച്ചില്ല, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് വയ്ക്കാമായിരുന്നില്ലേ, നിങ്ങൾ വെച്ചില്ലല്ലോ, ഞാനല്ലേ വെച്ചത്. എനിക്ക് തോന്നുന്നു ഇന്നലെ കുറെ കമന്റ്സ് കണ്ടിരുന്നു ലക്ഷ്മി പ്രിയ 2.0 ആണെന്ന്. ലക്ഷ്മി പ്രിയ 2.0 ആണോ അല്ലേ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ശ്രീരേഖയുടെ ഒരു ഗെയിം ഇപ്പോൾ അവർക്ക് അത്ര ഫേവറബിൾ ആയിട്ടല്ല പോകുന്നത്. അത് അവർക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് എനിക്കറിയില്ല. കാരണം അവർ ഇമോഷണൽ ആവുന്നുണ്ട്, ദേഷ്യപ്പെടുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ കാര്യമായിട്ടൊന്നുമില്ല, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബിഗ് ബോസിനകത്ത് അവർക്കിപ്പോൾ അവിടെ പാത്രം കിടക്കുന്ന ഇഷ്ടമല്ല അത്രയും. നമുക്ക് പല ഇഷ്ടങ്ങളുണ്ടാവും, നമുക്ക് പല താല്പര്യങ്ങളുണ്ടാവും, ആഗ്രഹങ്ങളുണ്ടാവും, നമ്മൾ പലതും ശീലിച്ചവരായിരിക്കാം. ബിഗ് ബോസിനകത്തൊന്നും പറ്റില്ലല്ലോ. ബിഗ് ബോസ് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റില്ല. അപരിചിതരായിട്ടുള്ള ആൾക്കാർ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അതിജീവനമാണ് അവിടെ വേണ്ടത്. നമ്മുടെ കയ്യിൽ എല്ലാ ഗാഡ്ജറ്റുകളൊന്നുമില്ല, മൊബൈൽ ഫോണില്ല, ഹെൽപ്പ് ചെയ്യാൻ ഫ്രണ്ട്സ് ഇല്ല, റിലേറ്റീവ്സ് ഇല്ല, ഹസ്ബൻഡ് ഇല്ല, കുട്ടികളില്ല, പാരൻസ് ഇല്ല, ആരുമില്ല. നമ്മൾ ഒറ്റയ്ക്കാണ് അവിടെ. അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുന്ന സമയത്ത് മറ്റുള്ളവർ ഞാൻ വിചാരിക്കുന്ന പോലെ വിചാരിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. ഇപ്പോൾ ശ്രീരേഖയ്ക്ക് അവിടെ ഒരു പാത്രം കിടക്കുമ്പോൾ ഇറിറ്റേഷനായിട്ട് തോന്നിയാൽ വേണമെങ്കിൽ എടുത്ത് കഴുകി അവിടെ വയ്ക്കാം. അത് മറ്റുള്ളവരോട് പരാതി പറയേണ്ട കാര്യമൊന്നുമില്ല. ഇനി അഥവാ അത് വെസൽ ടീമിൻ്റെ അനാസ്ഥ കൊണ്ട് അവിടെ കിടക്കുകയാണെങ്കിൽ ശ്രീരേഖ ചെയ്യേണ്ട എന്താണ്? വെസൽ ടീമിനെ ഇൻഫോം ചെയ്യുക, ക്യാപ്റ്റനോട് പറയുക, ക്യാപ്റ്റൻ ഇത് ശരിയല്ല, അവർ കറക്റ്റ് ടൈമിന് വന്നിട്ട് ഇത് ചെയ്യാൻ പറയുക. അതിനു മുമ്പ് അവർ ചെയ്യേണ്ടത് അവരുടെ കിച്ചൺ ടീം ക്യാപ്റ്റനോട് സംസാരിക്കുക എന്നുള്ളതാണ്. കിച്ചൺ ടീം ക്യാപ്റ്റനായിട്ടുള്ള യമുനയോട് പറയുമ്പോൾ യമുന പറയണം, ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കയറി വരണ്ടെന്ന്, ഇടയ്ക്ക് അവർ വന്ന് കഴുകിക്കോട്ടെ, കുഴപ്പമില്ല, അവിടെ ഒന്നിച്ച് കിടക്കട്ടെ. ഓരോ പാത്രവും വന്ന് കഴുകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓരോ പാത്രം ഓരോരുത്തർ കൊണ്ടുവയ്ക്കുമ്പോഴും കഴുകാനായിട്ട് ഒരാൾ ആ ഒരു സിങ്കിൻ്റെ അവിടെ നിൽക്കണമെന്നില്ല. കുറച്ച് പാത്രങ്ങൾ വരുമ്പോൾ അവരാരെങ്കിലും വന്ന് കഴുകി വയ്ക്കും. ഇവരൊക്കെ മനസ്സിലാക്കേണ്ടത് നാളെ ഇവരും ഓരോ ടീമിൽ പോകേണ്ടതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ശ്രീരേഖ അത് അത്രയും വലിയ രീതിയിൽ ഓവർ റിയാക്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. അതുപോലെ യമുനയും ഒരു വലിയ പ്രസംഗമൊക്കെ അങ്ങ് നടത്തി കഴിഞ്ഞു. കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ വരദാനമാണെന്നൊക്കെയാണ് പറയുന്നത്. ഒരു കുന്തമല്ല, യൂട്യൂബിൽ നോക്കി ആർക്കും പഠിക്കാം. ഞാനും അത്യാവശ്യം കുക്കിംഗ് ഒക്കെ അറിയാവുന്ന ആളാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഗ്രില്ലൊക്കെ ചെയ്യാൻ നമുക്കറിയാം കേട്ടോ. അത് പോട്ടെ, എന്താണെങ്കിലും അത്യാവശ്യം കുക്കിംഗ് ഒക്കെ ഇന്ന് എല്ലാവർക്കും അറിയാം. അത് മറ്റേ എന്തോ വലിയ വരദാനവും കുന്തമൊന്നുമല്ല, മനുഷ്യൻ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിലൊന്നാണ്. ബട്ട് ഓക്കെ, യമുന അത് കുറച്ച് മെച്ചുവർ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അവരുടെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു, കുറച്ച് കൂടിപ്പോയി, സ്ട്രോങ് ആയിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഇവരൊക്കെ ഇതൊരു വലിയ ത്യാഗം ചെയ്യുന്ന പോലെയൊന്നും ആരും കാണിക്കേണ്ട കാര്യമില്ല. കാരണം ഇവർ പോയിരിക്കുന്ന ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നത് അവിടെയുള്ള ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ടീമാണ്. ഇവർ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് ഇവർ ചെല്ലുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ ക്ലീൻ ചെയ്തിടുന്നുണ്ടല്ലേ. ഇവരുപയോഗിക്കുന്ന അവിടെയുള്ള ഫ്ലോറും മറ്റ് സ്ഥലങ്ങളും ഒക്കെ നീറ്റായിട്ട് കിടക്കുന്നത് എന്തുകൊണ്ടാണ്? ക്ലീനിങ് ടീം, ഫ്ലോർ ക്ലീൻ ടീം വളരെ വൃത്തിയാക്കി അത് ഇടുന്നതുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ എഫേർട്ട് ഉണ്ട്. ബാത്റൂം ക്ലീൻ ചെയ്യുന്നവർക്ക് അവരുടെ എഫേർട്ട് ഉണ്ട്. ഇവർ കുക്കിംഗ് ചെയ്യുന്നത് കൊണ്ട് എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നു. സോ ഇവരല്ല ലൈഫ് ലോങ് കുക്ക് ചെയ്യാൻ പോകുന്നത്. റൊട്ടേറ്റ് ചെയ്ത് വരും എല്ലാവരും. കുക്കിംഗ് ചെയ്തിട്ടില്ലാത്തവരും ഇത് കുക്ക് ചെയ്തേ പറ്റുള്ളൂ അവിടെ. അപ്പോൾ ഇതെന്തോ വരദാനമാണ്, അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് യമുന പറയുമ്പോൾ അതിനകത്തൊരു പ്രശ്നം. യമുന മനസ്സിലാക്കേണ്ടത് അടുത്ത ആഴ്ച യമുന ആയിരിക്കില്ല കിച്ചൺ ടീമിൽ, വേറൊരാൾ വരും. ഇപ്പൊ യമുന പറഞ്ഞ ഈ ഡയലോഗ് അവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് വേണ്ടെന്ന് പറയുന്നത് ഒന്നിച്ച് അതിജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിനെ എല്ലാത്തിനെയും ഇഷ്യൂ ആക്കുമ്പോൾ കേട്ടോണ്ടിരിക്കുന്നവർക്ക് അത് കൺവിൻസിങ് ആവണം. ഇപ്പൊ എന്തുകൊണ്ട് രതീഷിന്റെ പരിപാടികൾ ചീറ്റിപ്പോകുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് കൺവിൻസിങ് ആവുന്നില്ല. നമുക്ക് എന്തെങ്കിലും മറ്റേ നിങ്ങൾ ആഡംബരം കാണിച്ചുള്ള അടിയൊന്നും കാണണ്ട, അതിന് ഞങ്ങൾ സിനിമ കണ്ടോളാം. ഞങ്ങൾ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം മറ്റേ ഡിഷും കാണാനാണെങ്കിൽ നമ്മൾ പോയി സിനിമ കണ്ടോളാടേ. അതിനിപ്പോൾ ബിഗ് ബോസ് കുത്തിരുന്ന് കാണണ്ട. അതുകൊണ്ട് നമ്മളെ കാണിക്കാൻ വേണ്ടിയുള്ള പ്രഹസനമൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾ ജെന്യുവൻ കണ്ടന്റ് ക്രിയേഷനാണ് അവിടെ കാണിക്കേണ്ടത്. രജിത് സാറൊക്കെ സീസൺ 2 കാണിച്ചതായിരുന്നു. കാരണം കണ്ടസ്റ്റൻസ് ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് മനസ്സിലായിട്ടില്ല പുള്ളിയുടെ ഗെയിമാണ് അതെന്ന്. പുള്ളി ഇങ്ങനെ ചൊറിഞ്ഞ് സീരിയസ് കണ്ടന്റുകൾ ഉണ്ടാക്കി, അല്ലാതെ തമാശയാക്കിയില്ല. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര വിവാദങ്ങളും ഉണ്ടാക്കിയത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഇവിടെ ഇവർ ഇപ്പോൾ രതീഷ് കണ്ടന്റ് ഉണ്ടാക്കുന്ന കണ്ടന്റിന് വേണ്ടിയാണ് ചെയ്യുന്നത് നമുക്കറിയാം. ജിൻഡോ എണീറ്റിട്ട് ഈ ബഹളം വയ്ക്കുന്നത്, ചായയുടെ പേര് അടിയുണ്ടാക്കുന്നത് സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണെന്ന് നമുക്കറിയാം. ഓഡിയൻസ് മണ്ടന്മാരല്ലേ, ഇത് ആദ്യത്തെ സീസണല്ല, 6ാമത്തെ സീസണാണ്. അപ്പം നമ്മുടെ ഇടയിലേക്ക് നിങ്ങൾ കണ്ടന്റ് തരുമ്പം അത് നിങ്ങൾ ഓഡിയൻസിന് മറ്റേ എല്ലും കഷ്ണം ഇട്ട് കൊടുക്കുന്ന പോലെ അങ്ങ് ഇട്ട് കൊടുക്കണ്ട. നിങ്ങൾ ജെന്യുവിനായിട്ട് അവിടെ നിന്ന് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറഞ്ഞ് നിങ്ങളുടെ ജെന്യുവിനായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണേണ്ടത്. അല്ലാതെ നിങ്ങളുടെ കാട്ടിക്കൂട്ടലുകളോ പേക്കൂത്തുകളോ അല്ലെങ്കിൽ മറ്റേ നാടകങ്ങളോ ഇവിടെ ആർക്കും കാണേണ്ട കാര്യമില്ല.
അതിനു വേണ്ടിയിട്ടല്ല നമ്മുടെ വിലപ്പെട്ട സമയം കളഞ്ഞ് നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ റിയാലിറ്റി ഷോ ആണ്. റിയാലിറ്റി ഷോ ആയിട്ട് തന്നെ നിങ്ങൾ കളിക്കൂ. നിങ്ങൾക്ക് സ്ട്രാറ്റജീസ് ഫോം ചെയ്യാം. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഫോം ചെയ്യാം, സ്ട്രാറ്റജീസ് ഫോം ചെയ്യാം, ഓഡിയൻസിനോട് പറഞ്ഞുകൊണ്ടൊക്കെ ഗെയിം കളിക്കാം. പക്ഷേ നിങ്ങൾ എടുക്കുന്ന നിലപാട്, നിങ്ങൾ ദേഷ്യപ്പെടുന്നത്, നിങ്ങൾ ഒപ്പീനിയൻ പറയുന്നത്, നിങ്ങൾ കരയുന്നത്, അതൊക്കെ നാച്ചുറലായിട്ട് നിങ്ങൾ അഭിനയിക്കല്ലേ അവിടെ കിടന്ന്. ഇത് പലരുടെയും ഒരു സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടലുകളായിട്ടാണ് പലതും തോന്നുന്നത്. ഇന്നിപ്പോൾ ശ്രീരേഖയുടെ കാര്യം തന്നെ എടുക്കും. എന്തിനാണ് ഇത്രയും ഓവർ റിയാക്ട് ചെയ്യുന്നത്? ഇന്നലെ അതുപോലെ തന്നെ ജാൻമണി സിഗരറ്റ് കത്തിച്ചതിന് രതീഷിന്റെ ഓവർ റിയാക്ഷൻ. എന്തുവാടെ ഇത്? എന്തിനാണ് അത്രയും കിടന്ന് തള്ളി മറിക്കേണ്ട കാര്യം? ഇപ്പോൾ ഒരു 19 പേരുടെ ജീവനെ അപകടപ്പെടുത്തും അത്ര ഒരു സിഗരറ്റ് കത്തിച്ചു കഴിഞ്ഞാൽ. ലോജിക്ക് വേണ്ടേ? കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരെങ്കിലും വിവരമുള്ളവരാണ്, അകത്ത് നിൽക്കുന്നവരെ പോലല്ല. അവർക്ക് കൺവിൻസിങ് ആവണ്ടേ പറയുന്ന കാര്യം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ശ്രീരേഖ ബാത്റൂമിൽ പോയിട്ട് ഭയങ്കര ഓവർ എക്സ്പ്രഷനൊക്കെ ഇട്ട്. എൻ്റെ പൊന്ന് ശ്രീരേഖ, ഇത് സിനിമയും സീരിയലൊന്നും അല്ല, ഇത് റിയാലിറ്റി ഷോ അല്ലേ. അപ്പം അവിടെ പോയിട്ട് ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, നാച്ചുറൽ ആക്ടിങ് ആയിട്ടൊക്കെ നിന്നിട്ട് ഇങ്ങനെ കൈമുറുക്കുന്നു, കണ്ണ് കലങ്ങുന്നു. എന്തുവാടേ ഇത്? രാവിലെ രതീഷ് ഇരുന്ന് ഒരേ കരച്ചിൽ, അയ്യോ എൻ്റെ ഭാര്യയെ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഒരു കുന്തവും പറഞ്ഞില്ല. പേര് പോലും പറയാൻ പാടില്ലാത്ത വല്ലതാണോ അദ്ദേഹത്തിന്റെ ഭാര്യ? പേര് പറയുന്നതിന് എന്താ കുഴപ്പം? ഒരാളുടെ പേര് അമ്മു ചേച്ചി എന്ന് വിളിച്ചതോടെ എൻ്റെ ഫാമിലിയെ പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു മനുഷ്യരുന്ന് കരയുന്നു. ഇവർക്കൊക്കെ വേണ്ടത് സ്ക്രീൻ സ്പേസ് ആണ്. അതിന് ജെന്യുവിൻ കോണ്ടന്റ് ക്രിയേഷൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ചുമ്മാ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ജാസ്മിൻ വന്ന് നിന്നിട്ട് പറഞ്ഞു, ഓക്കെ, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട, നിങ്ങൾ ഞങ്ങളെ വിളിക്കുകയും വേണ്ട, പാത്രം 3-4 പാത്രം വരുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് വന്ന് വാഷ് ചെയ്തോളാം. വെസൽ ടീമിന് അതിൻ്റെ ജോലി അവിടെ ഉള്ളൂ. അവരെപ്പോഴും കിച്ചണിൽ നിൽക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഒരു കാര്യം ശരിയാണ്, വെസൽ ടീം അവർ ആരും വിളിച്ചില്ലെങ്കിലും പോയി ചെയ്യണം. പാത്രം ഉണ്ടോ എന്ന് ഇടയ്ക്ക് പോയി നോക്കേണ്ട ജോലി അവർക്കുണ്ട്. അവരൊരാളല്ലല്ലോ, കുറച്ച് പേരുണ്ടല്ലോ. ഇപ്പോൾ ഒരു ഡേയിൽ 8 മണിക്കൂർ അവരവിടെ നിൽക്കുകയാണെങ്കിൽ 8 മണിക്കൂറിനെ അവർക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 hours നീ നോക്കിയോ, 2 hours ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കുറച്ച് നേരം നീ നോക്കുക, അത് കഴിയുമ്പോൾ ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മാറി ഇവർക്ക് അവിടെ പാത്രങ്ങൾ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അവർക്ക് ക്ലീൻ ചെയ്യാം. അതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇതിപ്പോൾ എന്താണെന്നറിയോ, ഇതൊരു ഇഷ്യൂ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന വഴക്കുകൾ നമുക്ക് മനസ്സിലാക്കാം. അതിപ്പോൾ ഇന്നലെ ക്യാപ്റ്റൻസി ടാസ്കിന്റെ ഇടയിൽ റോക്കിയും അതുപോലെ തന്നെ നമ്മുടെ ഗബ്രിയും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായി, ഒരു ഫൈറ്റ് ഉണ്ടായി. ഇത് നാച്ചുറലാണ്. കൈയെടുത്ത് മാറ്റണമെന്ന് പുള്ളി പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് പ്രൊവോക്കായി, പുള്ളിയും തിരിച്ച് റൈസായി. അത് നാച്ചുറലാണ്. അത് സീൻ ഉണ്ടാക്കണമെന്നും പറഞ്ഞതല്ല. അത് ഒരു ടെമ്പറിൽ വരുന്നൊരു നാച്ചുറൽ സാധനമാണ്. മറിച്ച് അടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ചുമ്മാ കിടന്ന് കുറെ കാട്ടിക്കൂട്ടൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ കണ്ടോണ്ടിരിക്കുന്നവർക്ക് ബോറടിക്കും. അയ്യേ, ഇവനിത് എന്ത് കാണിക്കുന്നതെന്ന് തോന്നും. നമുക്കത് ജെന്യുവനായിട്ട് ഫീൽ ചെയ്യത്തില്ല. ഇന്നിപ്പോൾ അവിടെ കിടന്ന് ആരൊക്കെയാണ് ബഹളം വയ്ക്കുന്നത്, എന്തൊക്കെയാണ് ഡയലോഗ് അടി. ഈ യമുനയുടെ ഡയലോഗ് കേട്ടിട്ട് നമ്മുടെ ശ്രീരേഖ കിച്ചണല്ല ബാത്റൂമിൽ പോയിരുന്നിട്ട് ഭയങ്കരമായിട്ട് കൈയടിക്കുന്നു. എന്താ സംഭവം? എന്താ? വെസലിൽ പാത്രം കഴുകുന്ന കേസാണ്. ഇവർ വന്ന് സെറ്റാവുന്ന ഒരു ഡേ ഉണ്ടാവുമല്ലോ, ടീമൊക്കെ സെറ്റ് ചെയ്ത് ക്യാപ്റ്റനായി. അതിന് മുമ്പ് 4-5 പാത്രം എടുത്ത് കഴിവതിനാണ് ഇത്രയും പ്രശ്നം അവിടെ. അല്ലെങ്കിൽ കുറച്ച് കുക്ക് ചെയ്തതിനാണ് ഈ സീനൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നത്. അതിൻ്റെ ഒന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതൊന്നും വലിയ ത്യാഗമൊന്നുമല്ല. നിങ്ങൾക്കും കൂടെ വേണ്ടി നിങ്ങൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഓഡിയൻസ് നിങ്ങളെ വിലയിരുത്തുന്നത്. അതിലൂടെയാണ് നിങ്ങൾ ഓഡിയൻസിന്റെ ഹൃദയത്തിൽ കയറി പറ്റുന്നത്, നിങ്ങൾക്ക് വോട്ട് കിട്ടുന്നത്. അല്ലാതെ നിങ്ങൾ വലിയ ത്യാഗികളൊന്നും അല്ലടേ. ഇതൊക്കെ സിമ്പിൾ പരിപാടികളാണ്. ഇത്രയും സീസണും കണ്ടിട്ട് അവിടെ പോയിട്ട് മറ്റേ വെസലിന്റെ പേരും പറഞ്ഞ് അടി ഉണ്ടാക്കുന്ന, അയ്യേ. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.